1.5 വർഷമായിട്ട് ഒരുപക്ഷെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള വാക്കുകളിലുള്ള വിമർശനവും അല്ലെങ്കിൽ കൈപ്പേറിയ ചില പ്രതികരണങ്ങളും ഒക്കെ എനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് എന്തിനാണെന്നോ, ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ, ഉത്തമ ബോധ്യത്തിൽ, എൻ്റെ കാഴ്ചപ്പാടിലൂടെ ചില മനുഷ്യരിൽ ഞാൻ കണ്ടെത്തിയ നന്മ എന്താണ്, അവരിലെ ഗുണം എന്താണ് എന്നുള്ളത് ഞാൻ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. എത്ര വിചിത്രമായ ലോകമാണെന്ന് എനിക്ക് ചിലപ്പോ ചിന്തിക്കേണ്ടി വരുന്നുണ്ട്. എന്തുകൊണ്ട് കർണന്റെ കഥ റെസനേറ്റ് ചെയ്തു? പിന്നെ ഉള്ള കഥയല്ലേ. ഒരാൾ ഒരു തെറ്റും ചെയ്യാതെ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അയാൾ ചെയ്തതെല്ലാം ന്യായങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഇല്ലാണ്ടായി പോകുന്ന മനുഷ്യന് ബേസിക്കലി നമുക്ക് ഈ നന്മ എന്നൊക്കെ പറയുന്ന കാര്യത്തിന്റെ ഒക്കെ അതൊക്കെ മനുഷ്യന്റെ ഉള്ളിലേക്ക് കയറാൻ ഏറ്റവും നല്ല കഥകളിലൊന്നാണ് എൻ്റെ വിശ്വാസം. കണ്ടില്ലേ, അയാളില്ലാതെ നവകേരള ചരിത്രം പൂർത്തിയാവില്ല. ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്ന നമ്മുടെ മുൻ IAS ഓഫീസറും അതേപോലെ തന്നെ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യയും ഒക്കെ ആയിട്ടുള്ള ആ ഒരു മേഡം പറയുന്ന വാക്കുകളാണ് നിങ്ങൾ കണ്ടത്. അതായത് ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ടത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പറ്റിയും തൻ്റെ കൺമുൻപിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിക്കാതെ സംസാരിച്ചത് കൊണ്ടുമാണെന്നാണ് ദിവ്യ എസ് അയ്യർ പറയുന്നത്. പിണറായി വിജയനായിരുന്നു ശരിയെന്ന് പലപ്പോഴും നമ്മൾ നമ്മുടെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ മാത്രം പറയുന്നതല്ല കേട്ടോ, കേരളത്തിലെ നല്ലൊരു ശതമാനം ജനങ്ങളും അതേ രീതിയിൽ പറയുന്നത് അതേപോലെ തന്നെ കണ്ടിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നതാണ് ഞാൻ. ഒരിക്കലും എൻ്റെ മാത്രം അഭിപ്രായമല്ല അതെന്ന് എനിക്കും അറിയാം, വീഡിയോ കാണുന്ന നിങ്ങൾക്കും അറിയാം. നിങ്ങളിൽ ഓരോരുത്തരും എടുത്തു പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാനും പറയാൻ ശ്രമിക്കുന്നത്. പിണറായി വിജയനായിരുന്നു ശരി, ഇടതുപക്ഷമായിരുന്നു ശരി, പിണറായി വിജയനായിരുന്നു ശരിയെന്നാണ് പറയുന്നതെങ്കിൽ പ്രശ്നം, അങ്ങനെ പറയുന്നതാണ് പ്രശ്നമെങ്കിൽ ഇടതുപക്ഷമായിരുന്നു ശരി, അല്ലെങ്കിൽ കമ്മ്യൂണിസമായിരുന്നു ശരി. അവർ ഈ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഇത്രയും അധികം അഴിമതികൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. അവർ ഈ നാട് ഭരിച്ചിരുന്ന സമയത്ത് ഇത്രയും അധികം കൊള്ളരുതായ്മകൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാം വേണ്ട വിധം കേരളത്തിലെ ജനങ്ങൾക്ക് അവരുടെ ഹിതം നോക്കി അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാം ചെയ്തു കൊടുത്തിരുന്നൊരു സർക്കാരായിരുന്നു ഇടതുപക്ഷ സർക്കാർ. ഈ ഒരു കാര്യത്തിൽ മനുഷ്യനെ മനസ്സിലാക്കുന്ന മനുഷ്യസ്നേഹികളായിട്ടുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ മാനുഷിക ബന്ധങ്ങൾക്ക് ഒരു മൂല്യം നൽകുന്ന ആളുകൾക്ക് ഒരു എതിരഭിപ്രായം ഉണ്ടാവില്ല. പിണറായി വിജയനെ എതിർക്കുന്ന മനുഷ്യനായിട്ട് കാണാൻ സാധിക്കാത്ത ഒരു കൂട്ടം ആളുകൾക്ക് ഇത് കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ നല്ല വിമുഖത ഉണ്ടാകുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളെ പറഞ്ഞു മാറ്റാനോ നിങ്ങളുടെ ആ ഒരു വിമുഖത മാറ്റാനോ ഒന്നും ഞാൻ ആളല്ല. നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്താഗതി നാളെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്തായിരുന്നു ശരി, ഏതായിരുന്നു ശരി, ആരായിരുന്നു ശരി എന്നുള്ളത്. പലരും പറയുന്നുണ്ടല്ലോ, ഈവൻ വയനാട്ടിലെ ചൂരൽമലയിലെ ആ എല്ലാം നഷ്ടപ്പെട്ട് ദുരന്തമുഖത്ത് അവശേഷിച്ച ആളുകൾക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു കൊടുത്ത് ഇന്ന് അധികാരത്തിൽ വന്നിരിക്കുന്ന ആളുകൾ ഒന്നും ചെയ്തു കൊടുക്കാതെ ഇരിക്കുമ്പോൾ അവരിൽ ഓരോരുത്തരും പ്രതികരണമായിട്ടും പ്രതിഷേധവുമായിട്ടും ഓരോ ഓഫീസുകളുടെ മുൻപിൽ വന്നിരിക്കുന്നത് കാണുമ്പോഴും നമുക്ക് വീണ്ടും വീണ്ടും മനസ്സിലാവുകയാണ് എന്തായിരുന്നു പിണറായി വിജയൻ എന്ന്. ഇപ്പോൾ ഡൽഹിയിൽ ലേറ്റസ്റ്റ് നടന്നിട്ടുള്ള ഡൽഹിയിലെ പ്രൊട്ടസ്റ്റ്, അതിൽ CJP പങ്കെടുത്തു, SFIയുടെ ഒരുപാട് നേതാക്കന്മാർ പങ്കെടുത്തു, ഒരുപാട് നമ്മുടെ MP മാരടക്കം ഒരുപാട് ആളുകൾ പോയി. പലരും പലപ്പോഴും പറയുന്നുണ്ട് ഇവിടുത്തെ MP മാരെ കാണാനില്ലെന്ന്. ഇവിടുത്തെ MP മാർ തന്നെയായിരുന്നു അവിടുത്തെ ഡേ 1 മുതൽ അതിൻ്റെ അവസാനം, അതിൻ്റെ വിജയം കാണുന്നത് വരെയും അവിടുത്തെ വിദ്യാർത്ഥികളോടൊപ്പം ഉണ്ടായിരുന്നത്. വിജയം കണ്ടു കഴിഞ്ഞിട്ടും അവിടുത്തെ വിദ്യാർത്ഥികളോടൊപ്പം തന്നെ ഇവിടുത്തെ എല്ലാ MP മാരും ഉണ്ടായിരുന്നു. ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള റഹീം അടക്കമുള്ള എല്ലാ ആളുകളും ആ വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയും CJP എന്ന് പറയുന്ന ആ ഒരു പാർട്ടി, അത് പാർട്ടി എന്ന് പറയാൻ പറ്റില്ല, വിദ്യാർത്ഥികളുടെ ഒരു സംഘടന, ഈ ഒരു SFIക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണയും SFIക്ക് നന്ദിയും അറിയിച്ചു. എന്തുകൊണ്ടാണ്? ഞങ്ങളോടൊപ്പം എല്ലാ കാര്യങ്ങളിലും കൂട്ടായി നിന്നതിന്, ഞങ്ങളോട് ചേർന്ന് നിന്ന് ഈ ഒരു വലിയ കൊള്ളരുതായ്മയ്ക്കെതിരെ പ്രതികരിച്ചതിന്, ഞങ്ങൾക്കൊരു ശബ്ദമായതിനും ഞങ്ങൾക്കൊരു ശക്തിയായതിനും ഞങ്ങളിലേക്ക് ആ തീ പകർന്നു തന്നതിനും. ഇന്ന് CJPയുടെ പല ആളുകളും, CJPയുടെ മുൻനിരയിൽ നിൽക്കുന്ന പല ആളുകളും ഒരു അഭ്യർത്ഥന, ഒരു നന്ദി വാക്കുമായിട്ട് രംഗത്തേക്ക് വന്നിരുന്നു. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കണ്ടത് ദിവ്യ എസ് അയ്യറിനെ വേട്ടയാടുന്ന ആളുകളെ പറ്റിയുള്ള കാര്യങ്ങളാണ്. ഇതിൽ ഞാനിത് പറയുമ്പോൾ എടുത്തു പറയേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട്. അതായത് മുൻപ് 2020 JNUവിലൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ പറയുന്ന നമ്മുടെ ഡൽഹിയിലെ പ്രൊട്ടസ്റ്റ് നടക്കുന്നത്. അപ്പോൾ അന്ന് ഐഷി ഘോഷ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു, ഒരു വിദ്യാർത്ഥി നേതാവാണ് പുള്ളി. SFIയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു ഐഷി ഘോഷി എന്ന് പറയുന്ന ആ ഒരു ധീര വനിത, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി. അപ്പോൾ 2020 JNUവിൽ ഒരു വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്നും JNUവിൽ ഈ പറയുന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്ക് മുൻനിരയിൽ നിന്നത് ഈ പറയുന്ന ഐഷി ഘോഷി എന്ന് പറയുന്ന ഒരു നേതാവായിരുന്നു. അപ്പോൾ അന്ന്
അവിടുത്തെ സെർവർ റൂം തകർത്തു, അവിടുത്തെ മറ്റ് പല ഉപകരണങ്ങളും നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കേസ് ഐഷി ഘോഷിനെതിരെ ഇവർ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം ഈ ഒരു പാർട്ടിയുടെ ബേസ് ചെയ്തിട്ടുള്ള കേസുകളാണെന്നും വ്യാജ പരാതിയാണെന്നും തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നുമുള്ളത് ഐഷി ഘോഷ് കോടതിയിൽ പറഞ്ഞിരുന്നു. പ്രഥമ ദൃഷ്ടിയാൽ ഈ ഐഷി ഘോഷിനെതിരെ പരാതി അല്ലെ കേസ് എടുക്കാനായിട്ടുള്ള ഒരു തെളിവുകളും കോടതിയുടെ പക്കലുമില്ല, പോലീസിന്റെ പക്കലുമില്ല. എന്നിട്ടും ഐഷി ഘോഷിനെ പിടിക്കാനായിട്ട് കുറച്ച് ആളുകൾ അങ്ങ് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അതിനൊരു തടയിട്ടുകൊണ്ട് നമ്മുടെ നേതാക്കന്മാരടക്കം, നമ്മുടെ ബ്രിട്ടാസ് അടക്കമുള്ള ആളുകൾ മുൻനിരയിൽ അല്ലെങ്കിൽ നേരെ നെഞ്ചും വിരിച്ച് മുന്നിലേക്ക് നിന്നു. വന്ന ആളുകൾക്ക് ബാഡ്ജില്ല, യൂണിഫോം ഇല്ല, മഴയായതുകൊണ്ടാണ് യൂണിഫോം ഇടാത്തതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് ബ്രിട്ടാസ് കൊടുക്കുന്നതിന് മറുപടി, അങ്ങനെയെങ്കിൽ ആദ്യം പോയി നിങ്ങളുടെ യൂണിഫോം ഇട്ടിട്ട് വരൂ, അതുവരെ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം. ഈ ഐഷി ഘോഷ് എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി അല്ലെ പെൺപുലി അതിനൊരു അഭയം തേടിയത് AKG സെന്ററിലാണ്. അപ്പോൾ അതിന് നമ്മുടെ ജോൺ ബ്രിട്ടാസ് കൊടുക്കുന്ന ഒരു മറുപടി ആ ഒരു വീഡിയോയുടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. I should know who I am and where is your bag, where is your uniform, and you just come like this. ये national political party का office में ऐसे बातें करने के लिए किसने दिया आपको इस तरह की बात? Okay, you should ask the permission to come and stand here. What's your good name? Mr. Rajneesh. How did you have this courage to come and get inside? ना, दीजिए. जानना पड़ेगा ना. Just tell me what is it. What is this case? Let me explain to you. I am straight away coming from the parliament. Delhi police cannot be in this fashion. I know this case. This case has been pending for last several years. She going to present herself in the court or directly. In the meantime, you want to create a scene to give a message to everybody that you will not spare anybody who was part of this Jantar Mantar. And your worship, please. Sir, I am asking your worship. You don't have a uniform. No. I am asking a straight question to you. You are part of the Delhi police. I should know who I am and where is your badge, where is കണ്ടില്ലേ, ബാഡ്ജുമില്ല, യൂണിഫോമില്ല. നിങ്ങൾ ഡൽഹി പോലീസിൽ നിന്നാണെങ്കിൽ നിങ്ങളുടെ ബാഡ്ജും യൂണിഫോമും എവിടെ? ഐഷ ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസിനെ തിരിച്ചയച്ച് ജോൺ ബ്രിട്ടാസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങൾ ഈ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. അതായത് ഐഷി ഘോഷിനെ അങ്ങ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയേക്കാം, ജന്തർ മന്ദിറിൽ വന്നിട്ട് പ്രധാനമന്ത്രിക്കെതിരെ മുറവിളി കൂട്ടിയ എല്ലാത്തിനെയും അറസ്റ്റ് ചെയ്യാം, അതേപോലെ തന്നെ നരേന്ദ്രമോദിക്കെതിരെ വീഡിയോ ചെയ്യുന്ന, നരേന്ദ്രമോദിയെ പറ്റി മോശമായിട്ട് പരാമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നവർക്കെതിരെ കേസെടുത്തേക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കുറച്ച് ആളുകൾ കളിക്കുന്ന കളികൾ. ഏതാണ് ആളുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വലിയ ഹിന്ദുത്വവാദികൾ, ഹിന്ദുത്വ മത തീവ്രവാദികൾ എന്ന് തന്നെ ഇവരെ വിളിക്കണം അല്ലേ? അങ്ങനെയുള്ള തീവ്രവാദികൾ അങ്ങ് ഐഷി ഘോഷിനെ അങ്ങ് പിടിച്ചുകൊണ്ട് പോയി അങ്ങ് തിന്നേക്കാം എന്ന് പറഞ്ഞിട്ട് ഓടി വന്നതാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, 2020 ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. അന്നു മുതൽ ഇന്ന് വരെയും ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാത്ത പോലീസ്. അത് മാത്രവുമല്ല, ജന്തർ മന്ദിറിൽ ഈ ഒരു പ്രശ്നം നടക്കുമ്പോൾ, പ്രൊട്ടസ്റ്റ് നടക്കുമ്പോൾ അവരുടെ കൂടെയും ഈ ഒരു ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന, SFIയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന ഐഷി ഘോഷ് അവിടെ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് പോലും അറസ്റ്റ് ചെയ്യാത്ത ആളുകൾ ഇന്ന് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് വന്നത് എന്തിൻ്റെ ബേസ് ചെയ്തിട്ടാണ്? ശരിക്കും പറഞ്ഞാൽ ഐഷി ഘോഷിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് അല്ലെങ്കിൽ ഐഷി ഘോഷിനെ എന്തെങ്കിലും രീതിയിൽ കൊണ്ടുപോയി അങ്ങ് എടുത്ത് തട്ടിക്കൊണ്ട് പോയേക്കെന്നുള്ള പ്ലാനിൽ വന്നതാണ്. പക്ഷേ അത് മൂഞ്ചിപ്പോയി. ഇവിടുത്തെ ആളുകൾ അങ്ങനെ വിട്ടു തരാൻ പറ്റില്ല. SFIയുടെ എപ്പോഴും ഉള്ളൊരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്, നേരിനൊപ്പമാണ് അവരെപ്പോഴും നിൽക്കുക. ആ നേരിനൊപ്പം നിന്നുകൊണ്ട് തന്നെയും കൂട്ടത്തിൽ ഒരാളെ ഒരുത്തനും വിട്ടുകൊടുക്കാതെ ചേർത്ത് പിടിക്കുന്ന ഒരു രീതിയാണ് SFIക്കുള്ളത്. മറ്റ് പല സംഘടനകളും, വിദ്യാർത്ഥി സംഘടനകളും ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും SFIയിൽ എപ്പോഴും ഉള്ള ഒരു പ്രത്യേകതരമായിട്ടുള്ളൊരു കാര്യമാണ് അവർ ചേർത്ത് പിടിക്കും. അവരുടെ കൂടെയുള്ള നേതാക്കന്മാരെ എന്ത് വില കൊടുത്തും, ജീവൻ കൊടുത്തിട്ടാണെങ്കിലും അവരവരോടൊപ്പം തന്നെ നിൽക്കും. അതെന്ത് വന്നാലും, അടിച്ചു കൊല്ലാൻ വന്നാലും, അറസ്റ്റ് ചെയ്യാൻ വന്നാലും, എന്ത് രീതിയിൽ വന്നാലും അവരവരോടൊപ്പം തന്നെ നിൽക്കും, നേരിനൊപ്പം. അപ്പോൾ ഇതിൽ പ്രതികരിക്കുന്ന മന്ത്രിമാരുടെ കുറച്ച് വാക്കുകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഒരു ദേശീയ പാർട്ടിയുടെ ഓഫീസിലേക്ക് പോലീസിനെ പറഞ്ഞുവിട്ടിരിക്കുകയാണ്. SFIയുടെ ഡൽഹി ഘടകത്തിന്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഐഷി ഘോഷിനെ പിന്തുടർന്നാണ് പോലീസ് AKG ഭവനിലേക്ക് എത്തിയത്. ഐഷി ഘോഷ് കഴിഞ്ഞ ഏതാണ്ടൊരു
10-20 ദിവസമായി ഡൽഹിയിലെ പ്രക്ഷോഭ സ്ഥലത്ത് അവർ കൃത്യമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അന്നൊന്നും പോലീസിനെ അറസ്റ്റ് ചെയ്യണ്ട. ആ സമരം ഒരു വലിയ വിജയമായി മാറിയപ്പോ നിശ്ചയമായും അതിനെതിരായി ചില നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവർ മുതിരുകയാണ്. നിങ്ങൾക്കറിയാം, ഒരു ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിന്റെ അകത്തേക്ക് മഫ്തിയിൽ പോലീസ് എത്തുകയാണ്. ഡ്രസ് ധരിക്കാതെ പോലീസ് എത്തുകയാണ്. എന്ത് തോന്നിയാസമാണ് ഈ കാണിക്കുന്നത്? 2021 മറ്റോ ഉണ്ടായ ഒരു കേസ്, ആ കേസിന്റെ വിചാരണ നടക്കുകയാണ്. ആ വിചാരണ ഘട്ടത്തിൽ കോടതി പോലും ചോദിച്ചു, കൃത്യമായ അഡ്രസ് പോലും ഇല്ലാത്ത ഒരു കാര്യത്തിന് എന്തിനാണ് നിങ്ങൾ ഈ നിലപാട് സ്വീകരിക്കുന്നത് എന്ന് കോടതി പോലും ചോദിച്ച സാഹചര്യത്തിലാണ്. കണ്ടില്ലേ, ഡൽഹിയിലെ പ്രക്ഷോഭ സമയത്ത് 20 ദിവസം അവിടെ ഉണ്ടായിരുന്ന ഒരാളിനെ അറസ്റ്റ് ചെയ്യാതെ പെട്ടെന്നൊരു ദിവസം എല്ലാം കഴിഞ്ഞ് എല്ലാം വിജയിച്ച സമയത്ത് അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നതിൻ്റെ ഉള്ളിലുള്ള അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതിൽ ഞാൻ ഈ ഒരു വീഡിയോ ആദ്യം ഞാൻ ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്ന ആ ഒരു പെൺപുലി പറഞ്ഞ കാര്യങ്ങൾ കാണിച്ചിട്ട് നേരെ ഈ ഒരു വീഡിയോയിലേക്ക് പോയത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കേരളത്തിലൊരു വിഷയം നടന്നാലും അങ്ങ് ഡൽഹിയിൽ അങ്ങ് കേന്ദ്രത്തിലൊരു വിഷയം നടന്നാലും ഇവിടുത്തെ എല്ലാ DYFIക്കും അല്ലെങ്കിൽ SFIക്കും ഇടതുപക്ഷത്തിനുമൊക്കെ എല്ലാം ആനമയിലൊട്ടകമാണ്. അവർക്കറിയാം എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന്. അവർ മാനുഷിക പരിഗണന കൊടുക്കുന്ന ആളുകളാണ്. അല്ലാതെ എന്തു പറഞ്ഞാലും അടിച്ചമർത്തിയേക്കാം, അങ്ങ് കൊന്നുകളഞ്ഞേക്കാം എന്ന് തീരുമാനിക്കുന്ന ആളുകളല്ല. പക്ഷേ ഇവിടുത്തെ കുറച്ച് ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾക്ക് അബദ്ധം പറ്റിയതും ഈ ഒരു കാര്യത്തിലാണ്. പിണറായി വിജയനെ പറ്റി നെഗറ്റീവ് ക്യാമ്പയിനിങ്ങിൽ കൂടി എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി. അതിൽ കൂടി പിണറായിസം അങ്ങ് തകർത്തു, ഇടതുപക്ഷം അങ്ങ് തകർത്തു. എന്നിട്ടെന്തോ വലുത് കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ കിട്ടിയതോ നല്ല എട്ടിൻ്റെ പണിയാണ്. അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളത്തിലെ ജനങ്ങളെയാണ് നമ്മൾ കാണുന്നത്. എന്തൊരവസ്ഥയാണല്ലേ. ഈ മോദിവാദികളുടെ വിചാരം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ പറഞ്ഞവരെയും പ്രതികരിച്ചവരെയും അവർക്കെതിരെ സംസാരിക്കുന്നവരെയും ഒക്കെ അങ്ങ് നിശബ്ദരാക്കാമെന്നാണ്. ഈ നിശബ്ദരാക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഈ രാഷ്ട്രീയമുണ്ടല്ലോ, അത് അധികം കാലം പോവില്ല. അത് കേരളത്തിലോട്ട് വന്നിട്ടാണെങ്കിൽ ഒരു കാരണവശാൽ മുന്നോട്ട് പോകില്ല. കാരണം ഇപ്പോഴും പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്നത് പണ്ട് ഇവിടെ ഭരണപക്ഷത്തുണ്ടായിരുന്ന ആളുകളാണ്. അന്നൊന്നും കേരളത്തിൽ കയറി ഒന്നും ചെയ്യാൻ നിനക്കൊന്നും സാധിക്കാത്തതും ഈ ഒരു പ്രതിപക്ഷം, ഇന്നത്തെ പ്രതിപക്ഷം അന്ന് ഭരണപക്ഷമായിരുന്നതുകൊണ്ടാണ്. ഇന്ന് നിങ്ങളുടെ ആളുകൾ ഇവിടെ ഭരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തും ചെയ്യാം, എന്ത് തോന്നിവാസങ്ങളും ചെയ്യാം. ഒരുത്തനും ചോദ്യം ചെയ്യില്ല എന്നുള്ള നിങ്ങളുടെ ധാർഷ്ട്യം അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്താഗതി അത് രണ്ടായിട്ട് മടക്കി മടിക്കുതിന് താഴെ വെച്ചോ. ജീവനുള്ളിടത്തോളം കാലം അവസാന ശ്വാസം വരെയും നീതിക്കായിട്ടും അല്ലെങ്കിൽ അവരുടെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങൾക്കായിട്ടും അവരുടെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ടും DYFI ആയിക്കോട്ടെ, SFI ആയിക്കോട്ടെ, ഇടതുപക്ഷമായിക്കോട്ടെ അതിശക്തമായിട്ട് പോരാടും. എങ്ങനെയൊക്കെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും അവർ പോരാടിക്കൊണ്ടേയിരിക്കും മരണം വരെയും.